പാകിസ്ഥാനിൽ നിന്ന് 25,000 കോടി രൂപയുടെ മെത്താഫിറ്റമിൻ കടത്തിയ കേസിലെ ഏക പ്രതിയെ വെറുതെ വിട്ടത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കനത്ത ആഘാതമായി. ലക്ഷദ്വീപ് തീരത്തുനിന്ന് 1,500 കോടിയുടെ ലഹരി പിടിച്ച കേസിലെ 24 പ്രതികളെ വെറുതെ വിട്ടത് കേന്ദ്ര ഏജൻസിയായ DRIക്കും ക്ഷീണമായി. 2023 മെയ് മാസത്തിൽ നാവികസേനയുടെ സഹായത്തോടെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചി തീരത്ത് നിന്ന് പിടിച്ചെടുത്തത് 25,000 കോടി രൂപയുടെ ലഹരി. 2,525 കിലോ മെത്താഫിറ്റമിനുമായി പാകിസ്ഥാനിൽ നിന്നാണ് ലഹരി കപ്പൽ കൊച്ചി തീരത്ത് എത്തിയതെന്നായിരുന്നു കുറ്റപത്രത്തിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ പൗരനായ സുബൈർ എന്ന ഏക പ്രതിയെയാണ് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി കേസുകളിലൊന്നിലാണ് പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ സുബൈറിനൊപ്പം മറ്റ് 5 പേർ കൂടി ലഹരി കടത്തിയ കപ്പലിൽ ഉണ്ടായിരുന്നെന്നായിരുന്നു കുറ്റപത്രത്തിൽ NCB പറഞ്ഞത്. എന്നാൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയാതിരുന്നത് വിചാരണയിൽ തിരിച്ചടിയായി. പാകിസ്ഥാൻ പൗരനാണെന്ന സംശയത്തിലാണ് അന്വേഷണ ഏജൻസി സുബൈറിനെ അറസ്റ്റ് ചെയ്തതെങ്കിലും ഇയാൾ ഇറാൻ പൗരനാണെന്ന് പ്രതിഭാഗം കോടതിയിൽ തെളിയിച്ചു. കപ്പലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്ന സുബൈറിന്റെ വാദവും കോടതി മുഖവിലക്കെടുത്തു. പാകിസ്ഥാൻ പൗരനാണെന്ന സംശയത്തിലാണ് അന്വേഷണ ഏജൻസി സുബൈറിനെ അറസ്റ്റ് ചെയ്തതെങ്കിലും ഇയാൾ ഇറാൻ പൗരനാണെന്ന് പ്രതിഭാഗം കോടതിയിൽ തെളിയിച്ചു. അഭിഭാഷകരായ മുഹമ്മദ് സബാഹും ലിബിൻ സ്റ്റാലിനുമാണ് കേസിൽ പ്രതിഭാഗത്തിനായി ഹാജരായത്. ഇപ്പോൾ വിയൂർ ജയിലിൽ കഴിയുന്ന സുബൈറിനെ ഉടൻ ഇറാനിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികൾ തുടങ്ങാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2022 മെയ് മാസത്തിലായിരുന്നു ലക്ഷദ്വീപ് തീരത്തുനിന്ന് 1,526 കോടി രൂപയുടെ ഹെറോയിൻ DRI പിടികൂടിയത്. ബോട്ടിലുണ്ടായിരുന്ന 20 മത്സ്യത്തൊഴിലാളികളടക്കം 24 പേരെയാണ് കേസിൽ പ്രതികളാക്കിയത്. എന്നാൽ ഈ കേസിലും കുറ്റം പൂർണ്ണമായി തെളിയിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കേസിലെ 24 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ഉത്തരവിട്ടത്. 2 കേസിലും അപ്പീൽ നൽകാനാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. Sri Gokulam Chit and Finance.